എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം പ്രണയത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ ഒരുപാട് പ്രണയിച്ച ആളുകളായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രണയത്തിന് അങ്ങനെ പ്രായമോ സമയമോ വേറെ അതിരുകളും ഒന്നുമില്ല. പ്രണയം ഒരു പവിത്രമായ ഒരു വികാരമാണ്. നമുക്ക് പലരോടും ഇഷ്ടം തോന്നും. ആ ഇഷ്ടം നാം പലപ്പോഴും പ്രകടിപ്പിച്ചു എന്ന് വരും, ചിലപ്പോൾ പ്രകടിപ്പിച്ചില്ല എന്ന് വരും. പക്ഷെ അതവിടെ നിലനിൽക്കുന്നു മനസ്സിലല്ലേ. അപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ഒരു വികാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പ്രണയിക്കുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും നമുക്കൊരുപാട് മനസ്സിന് സന്തോഷവും സുഖവും നൽകുന്നു അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളിൽ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ട്? പലപ്പോഴും നമ്മൾ ഒരു പരസ്പര ആകർഷണം, ഒരു ബാഹ്യമായ ആകർഷണം, അതിനെ നമ്മളൊക്കെ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഭ്രമിച്ചു പോകാറുണ്ട്. അതൊരു ആകർഷണമാണ്. അല്ലെങ്കിൽ ഒരു കാണാൻ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. അത് പ്രണയമാണോ? ഒരിക്കലും പ്രണയവും ഈ കാമവും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ലൈംഗികതയും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. പ്രണയം പവിത്രം തന്നെയാണ്. അങ്ങനെയുള്ളൊരു പവിത്രമായ പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, എത്ര പേര് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ട്? ഇനി അഥവാ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര പേർക്ക് പ്രണയിച്ചവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്? പ്രണയിക്കുക മാത്രമല്ല, അവരെ സ്വന്തമാക്കലും കൂടി ഒരു വലിയൊരു കാര്യമല്ലേ. സ്വന്തമാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. അപ്പോൾ ഇനി സ്വന്തമായവർ തന്നെ ഇപ്പം നമ്മൾ സ്വന്തമാക്കി പ്രണയിച്ചിട്ട് ആ പ്രണയം ജീവിത അവസാനം വരെ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാം ആലോചിക്കണം. ഒരു പ്രണയമാണ്, അത് ആത്മാർത്ഥമാണോ എന്നൊരു പ്രശ്നം. ആത്മാർത്ഥമാണെങ്കിൽ അത് ആരൊക്കെ ജീവിത അവസാനം വരെ നിലനിർത്തിയിട്ടുണ്ടത് എന്നതും ഒരു പ്രധാന കാര്യമാണ്. നമുക്കായിട്ട് ദൈവം കനിഞ്ഞു നൽകിയ നമ്മുടെ ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാം മറന്ന് ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അൺകണ്ടീഷണൽ ലവ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പരിപൂർണമായിട്ട് ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു വ്യവസ്ഥകളും ഇല്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് അവരുടെ നന്മകളും അവരിലുള്ള ആ ഗുഡ്നെസ്സിലെ അത് മാത്രം കണ്ടിരുന്ന നമ്മൾ എന്നു മുതലാണ് അവരിലെ ഈ ദോഷങ്ങളും മോശങ്ങളും മാത്രം കാണാൻ തുടങ്ങിയത്? സ്വന്തമായതിന് ശേഷം നമ്മുടെ പെരുമാറ്റവും അതുപോലെ കാഴ്ചപ്പാടുമാണോ മാറിയത്? അല്ല, അവരിലുള്ള നന്മകൾ മാറി തിന്മകൾ മാത്രമായി മാറിയോ? എന്താണ് നിങ്ങൾക്കതിൽ പറയാനുള്ളത്? ഒരുപക്ഷെ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ആ താല്പര്യം കുറഞ്ഞോ? അല്ലെങ്കിൽ നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? എവിടെയാണ് പ്രണയം നമുക്ക് പിഴച്ചു പോയത്? അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രണയം ഒരു ശുദ്ധമായ പരിശുദ്ധമായ രീതിയിലാണോ നാം കണ്ടിട്ടുള്ളത്? അത് പ്രണയമായിരുന്നോ എന്നുകൂടി നമുക്ക് ഒരു പുനർചിന്തനം നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ അവരെ നമ്മൾ സ്വന്തമാക്കിയ ശേഷം നമ്മുടെ പെരുമാറ്റവും കാഴ്ചപ്പാടിലുമാണോ വ്യത്യാസം വന്നത് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അഥവാ അവർക്ക് നമ്മളോടുള്ള ഭാവമാറ്റത്തിന് കാരണം നമ്മുടെ സ്വഭാവത്തിലുണ്ടായ വ്യതിയാനമാണോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്നൊക്കെ പറയുമ്പോൾ
ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള ഒരു സ്നേഹം, പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും അല്ലേ, അതല്ലേ ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പോലെ വിവാഹം കഴിച്ച ശേഷം നമുക്ക് പ്രണയിക്കാനാവില്ലേ? ഒരുപക്ഷെ നാം വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ പ്രണയിച്ചിട്ടല്ല, അതൊരു അറേഞ്ച് മാരേജ് ആണെന്ന് കരുതിക്കോളൂ. ആ ഒരു സ്ത്രീ സ്വന്തമായ ശേഷം, അല്ലെങ്കിൽ ഒരു പുരുഷൻ നമ്മുടെ സ്വന്തമായ ശേഷം എന്തുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിച്ചുകൂടാ? അല്ല, അതൊക്കെ വെറും ബാഹ്യ സൗന്ദര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ? ഈ പുതുമോടിയൊക്കെ നഷ്ടപ്പെടുന്നതിനോടൊപ്പം ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും നഷ്ടപ്പെടുന്നുണ്ടോ? അവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭൂതികളിലൂടെ മാത്രം പ്രാപ്തമാകുന്ന ആത്മസംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായി തീരുമോ ഈ ബന്ധങ്ങളുടെ തീവ്രത? ബന്ധങ്ങളിലൊക്കെ ഒരു തീവ്രത ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പം ഒരു തീവ്രമായ ബന്ധം, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടാവില്ലേ? അത് എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ്? അഥവാ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നുണ്ടോ നമ്മുടെ യുവാക്കൾ? അങ്ങനെയാണെങ്കിൽ ഈ മൂല്യച്യുതിയുടെ കാലഘട്ടത്തിൽ നമുക്ക് സ്വയം മാറാൻ ഒരു പരിശ്രമം നടത്തിയാലോ? ഒരുപക്ഷെ തെറ്റ് നമ്മളുടേതാണെങ്കിൽ ആ ഒരു സ്വയം മാറുന്നതിലൂടെ ഈ ജീവിതത്തിനെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ? നമ്മുടെ ദാമ്പത്യ ജീവിതം പരമ വിജയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ലേ? എല്ലാ കുറ്റങ്ങളും കുറവുകളൊക്കെ മറന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിത പങ്കാളിയുടെ നന്മവശങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഉപാധിയില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ ലവ്, നമ്മുടെ ജീവിത പങ്കാളിയെ മാത്രം ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രേമിച്ചാലോ? ഒരു പരിപൂർണമായിട്ടുള്ള പ്രണയം, എല്ലാം നിറഞ്ഞ തികഞ്ഞ ഒരു പ്രണയം, ആത്മാർത്ഥമായൊരു സ്നേഹം, ഒരു ബന്ധം. അതിൽ തെറ്റുകുറ്റങ്ങൾ നമ്മൾ കാണുന്നില്ല. നമ്മൾ പ്രണയിച്ച് നടന്നിരുന്ന കാലത്തൊക്കെ നമ്മൾ പെൺകുട്ടിയുടെ സൗന്ദര്യവും അവരുടെ സംസാരം, ശബ്ദം, നോട്ടം, ഓരോ ഭാവങ്ങൾ അല്ലേ, ചുണ്ടുകൾ, കണ്ണുകൾ, പുരികം, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന പോലെ ആ നന്മയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ട് പ്രണയിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി വിജയിക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അവരുടെ കൊച്ചു കൊച്ചു പരാതികൾക്കും പരിവങ്ങൾക്കും ഒക്കെ നമ്മൾ ചെവി കൊടുക്കുക, കേൾക്കുക, നല്ലൊരു കേൾവിക്കാരനായി മാറുക, അവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു നല്ല കേൾവിക്കാരനായി മാറുക. അങ്ങനെ പരസ്പര ധാരണയോടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് തമ്മിലുണ്ടായിട്ട് പരസ്പരം താങ്ങായിട്ട്, തണലായിട്ട്, ഒരു സാന്ത്വനമായിട്ട്, പരസ്പരം അങ്ങനെ കുറ്റപ്പെടുത്താതെ സ്നേഹപൂർവ്വം തിരുത്തി നമ്മൾ മുന്നോട്ട് പോയാലോ? ഞാൻ ആ വഴിയിലാണ്. അതിൻ്റെ സുഖം വിവരണാതീതമാണ് എൻ്റെ സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് ശാന്തിയും സമാധാനവും എന്നേക്കുമായിട്ട് നിലനിർത്താൻ സാധിക്കും. ഒരു പുത്തനുണർവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് കല്യാണം കഴിച്ചൊക്കെ വന്നുള്ള ആ ഒരു സമയത്തിൻ്റെ ഒരു തോന്നൽ വരും. എല്ലാം പുതുതായി കാണുന്ന ആ ഒരു ഭാവം നമ്മളിൽ കൊണ്ടുവരണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഒരു വ്യക്തമായ വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് നാം അതിൽ പരാജയപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. എന്തുകൊണ്ടാണ് നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ നമുക്കൊരു പണ്ട് നമ്മൾ കണ്ടതുപോലെ കാണാൻ സാധിക്കാത്തത്, അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ നോക്കി കാണുന്ന ആ രീതി അതുതന്നെയാണ് പ്രധാനം.
അല്ലാതെ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ ശാരീരിക മാറ്റങ്ങൾ, അത് തീർച്ചയായും കാലത്തോടൊപ്പം അത് പ്രകൃതിയുടെ നിയമമാണ്. ഒരിക്കലും നമ്മൾ എത്ര പ്രവർത്തിച്ചാലും ഒരു ആന്തരികമായ മാറ്റം ഉണ്ടാകും. കാരണം ഒരു മെഷീനൊക്കെ പഴയതായി പോകുന്ന പോലെ, അപ്പോൾ അതിൻ്റെ പ്രവർത്തന എന്താ പറഞ്ഞാൽ ആ ഒരു എഫിഷ്യൻസി പറയില്ലേ, അതെന്തായാലും കുറയും. ചിന്തകൾ മാറ്റങ്ങൾ, നമ്മുടെ ഭാവമാറ്റങ്ങളും പെരുമാറ്റത്തിലൊക്കെ വരുന്നത് നമ്മുടെ മെച്യൂരിറ്റി അനുസരിച്ചാണ്. നമ്മൾ മെച്യൂർഡ് ആവുന്നതോറും നമ്മളിൽ അങ്ങനെ പരിപക്വമായ പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു മാറ്റം നമ്മൾ അറിഞ്ഞേ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ ഒന്ന് അരക്കെട്ടുറപ്പിക്കാൻ ശ്രമിച്ചാലോ? തീർച്ചയായും ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയ ലോട്ടറിയാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കുടുംബബന്ധം, ദാമ്പത്യബന്ധം, ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തീവ്രത കൂടുകയും അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കണം എന്നൊരു തോന്നൽ വരികയും ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ശ്രമം വേണം. ദാമ്പത്യം അരക്കെട്ട് ഉറപ്പിക്കണമെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകളും പരസ്പര ധാരണയും വേണം. എല്ലാത്തിനും നമ്മൾ കുറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി മാറിയിട്ട് മനസ്സിലാക്കുകയും അതുപോലെ ക്ഷമിക്കുകയും അതുപോലെ നിങ്ങളുടെ തെറ്റുകൾക്ക് ക്ഷമ കിട്ടാനുള്ളൊരു അർഹത നേടണമെങ്കിൽ നിങ്ങളും ക്ഷമിച്ചിരിക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായും അതിനൊരു വ്യതിയാനം ഉണ്ടാവും. തീർച്ചയായും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കൂട്ടുകാരെ, ശ്രമിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട്, ഒരു പുതിയ വിഷയവുമായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ എത്തും. ഈ പ്രണയം, സ്നേഹം, അതൊക്കെ ഒരുപാട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അതൊന്നും അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ കാണരുത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ജീവിതം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ, സൈനിങ് ഓഫ്.